ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്മന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്മന്തിപ്പൂവിൽ ശശി രവിയും കിടക്കാൻ വേണ്ടിയിട്ട് രാത്രി ടെറസിൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ വർഷ കൊടുത്ത ടെൻറ്റും കൊണ്ടാണ് അവർ പോയേക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ടെറസിൻ്റെ അവിടെ പോയി കിടക്കാൻ പോയ സമയത്ത് അവരവിടെ കിടക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ടെൻറ്റൊക്കെ ഇതാക്കുന്ന സമയത്ത് അവരിങ്ങനെ ടെൻറ്റ് കെട്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ എന്നൊക്കെ പറയാൻ രേവതി അത് ശരിയാണല്ലോ പറയുന്നത്, സച്ചിൻ എല്ലാം മെല്ലെ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരസ്പരം രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കായി സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയിട്ട് സച്ചി റെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ എന്താ സച്ചിയായിട്ട് ചോദിക്കുമ്പോൾ നോക്കിയാൽ നിലാവ് നോക്കി പറയണം, ആ ശരി എന്ന് പ്രത്യേക നിലാവാണ് നമ്മളെ ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് രേവതി ചോദിക്കുമ്പോൾ പറയാം, നിലാവ് നമ്മളിൽ കോരിച്ചൊരിയാൻ വേണ്ടി നിലാവ് ഉദിച്ച പോലെ ഉണ്ട് എന്നൊക്കെ പറയാണ് രേവതി. അപ്പോൾ ഇപ്പോൾ ഒരു പാട്ട് പാടാനുള്ള മൂഡ് ചോദിക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാനുള്ള മൂടൊന്നുമില്ല, നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ പാടിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി നീലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്നുള്ള പാട്ട് പാടാണ്. അങ്ങനെ അവർ കിടക്കണു. പിന്നെ ചന്ദ്രമതി രവീന്ദ്രനുള്ള പാലും കൊണ്ട് വരുമ്പോൾ ചോദിക്കണം, ചന്ദ്രൻ എന്താ പതിയില്ല, നീ എനിക്ക് പാലൊക്കെ കൊണ്ടുവന്നിക്കണം ചോദിക്കുമ്പോൾ രവിയേട്ടത് കുടിക്കുക എന്ന് പറയണം. എന്തോ നിനക്ക് കാര്യം സാധിക്കാണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് രവീന്ദ്രൻ്റെ അമ്മ വരികയാണ്, രവി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം. അപ്പോൾ എന്താ അമ്മയും ചോദിക്കുമ്പോൾ പറയാണ്, രേവതിനെ സച്ചിൻ ഇങ്ങനെ ഹാളിലും ടെറസിലായിട്ട് കിടത്താൻ പറ്റില്ല, നമുക്ക് മുകളിൽ റൂം കൂടി എടുക്കണം എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഞാനും അത് ആലോചിക്കാതെ ഇരുന്നിട്ടില്ല അമ്മ, ഞാനും അത് ആലോചിക്കുന്നുണ്ട് പറയുമ്പോൾ ചന്ദ്രമതി പറയണം, എന്താ അപ്പം അതിൻ്റെ ആവശ്യം, അവർ ടെറസിലും ഹാളിലായിട്ട് കിടന്നുള്ള അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ചന്ദ്രമതി. അല്ലെങ്കിൽ ഒരു മുകളിലൊരു നില തന്നെ പണി തരാമെന്ന് പറഞ്ഞാൽ വർഷയുടെ അച്ഛൻ അത് സ്വീകരിക്കാനിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വർഷയുടെ അച്ഛൻ്റെ ഇതൊന്നും ഇവിടെ വേണ്ടെന്ന് പറയുന്നത് രവീന്ദ്രൻ. അപ്പോൾ അതിൽ ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്രമതി അകത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെ റൂം എടുക്കേണ്ട കാര്യം നാളെ ചർച്ച ചെയ്യാമെന്നൊക്കെ പറയുന്നു. പിറ്റേ ദിവസം എല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന സമയത്ത് റൂം എടുക്കേണ്ട കാര്യം ഇങ്ങനെ രവീന്ദ്രൻ പറയണു, നമുക്ക് മുകളിൽ റൂം എടുക്കണം, സച്ചി രവതി ഇങ്ങനെ ഹാളിലും ടെറസിൻ്റെ മുകളിലായിട്ട് കിടത്താൻ പറ്റില്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കണം മക്കളൊക്കെ വിളിച്ചെടുത്തിട്ട്. അപ്പോൾ നല്ല അഭിപ്രായം തന്നെയാണ് പറയുമ്പോൾ വർഷ പറയണം, എന്തിനാ ഒരു റൂമാക്കണം, 2 റൂമും ഒരു ഹാളും ഒക്കെ ആയിട്ട് എടുക്കുക. വരുമ്പോൾ ചന്ദ്രമതി പറയണ ഒരു കിച്ചണും കൂടി കൂട്ടിയെടുക്കുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ എൻ്റെ അച്ഛനോട് പറയാം, അങ്കിൾ അച്ഛൻ ചെയ്തു തരാം, അച്ഛൻ എനിക്ക് വേണ്ടി സന്തോഷത്തോടു കൂടി ചെയ്തു തരുമെന്ന് പറയണ വർഷ. അപ്പോൾ രവീന്ദ്രൻ പറയാം, വേണ്ട വർഷേ, നിങ്ങൾക്ക് 2 പേർക്കും വീട് കയറ്റണ സമയത്ത് അവരെന്തെങ്കിലും ചെയ്തു തരാണെങ്കിൽ ഓക്കെ, അതിൽ പ്രശ്നമില്ല, പക്ഷെ അല്ലാതെ ഇവിടെ കയറ്റണ സമയത്ത് നിൻ്റെ അച്ഛൻ്റെ സഹായമൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ലാസ്റ്റ് ഒരു റൂം മാത്രം മതി. അപ്പോൾ സച്ചി രവതി പറയും, കൂടുതലൊന്നും കൊടുക്കണ്ട, അച്ഛനെ കൊണ്ട് താങ്ങിൽ ഒരുപാട് കടാവില്ലേ എന്ന് പറയണ രവീന്ദ്രനോട്. നല്ല പൈസയാവും, വിചാരിച്ച പോലെ ആവില്ലേ, കുറേ നല്ല പൈസയാവും, അതുകൊണ്ട് കൂടുതൽ റൂമൊന്നും എടുക്കണ്ട, തൽക്കാലം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റൂം എടുക്കണ്ട, ഞങ്ങൾ ഹാളിലും ടെറസിലൊക്കെ ആയിട്ട് കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി റൂമൊന്നും എടുത്ത് അച്ഛൻ കടക്കാരനെ വേണ്ടെന്ന് പറയാണ് സച്ചി രവതി. അപ്പോൾ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ രവീന്ദ്രൻ്റെ അമ്മ പറയണതെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കിടക്കണേന് ഒരു റൊട്ടേഷൻ കൊടുക്കാം. രവീന്ദ്രനും ചന്ദ്ര എന്തായാലും അവർ കിടക്കുന്ന റൂമിൽ തന്നെ കിടന്നോട്ടെ, അവർ ഇറങ്ങണ്ട, ബാക്കി 2 റൂമും 3 ദമ്പതികളല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, റൊട്ടേറ്റ് ചെയ്തിട്ട് കിടക്കാൻ പറയാണ് രവീന്ദ്രൻ്റെ അമ്മ. അതായത് ഒരാഴ്ച സച്ചി രേവതി ഹാളിൽ കിടന്ന്, അടുത്ത ആഴ്ച ശ്രുതിയും കൂട്ടിയിട്ട് കിടക്കുക, പിന്നത്തെ ആഴ്ച വർഷയും ശ്രീകാന്തും കൂടി ഹാളിൽ കിടക്കുക, അങ്ങനെ മാറി റൊട്ടേറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ സച്ചി രവതി പറയും, ഇത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പറയുമ്പോൾ ശ്രീകാന്തും വർഷയും പറയും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ശ്രുതി പറയും, എന്താ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം, ഓൾറെഡി അവർ ഹാളിലോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ കിടക്കാൻ പറഞ്ഞതല്ലേ രേവതി സച്ചി, പിന്നെ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്ന അച്ഛമ്മേനൊക്കെ ചോദിക്കാൻ ശ്രുതിക്ക് അത് തീരെ ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ചന്ദ്രയും ചോദിക്കേണ്ടത് എന്തിനാ, അത് അവർ വലിയ വീട്ടിലത്തെ കുട്ടികൾ, അവർക്കൊന്നും പുറത്ത് കിടന്നിട്ട് ശീലം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയോട് അച്ഛമ്മ പറയേണ്ടത്, നീ എല്ലാ മക്കളും ഒരുമിച്ച് കാണാൻ പഠിക്കണം ചന്ദ്ര, നിൻ്റെ ഈ സ്വഭാവം മാറ്റണമെന്നുള്ള ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മരുമക്കളെ വേറിട്ട് കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ നല്ല വഴക്ക് പറയാണ് ചന്ദ്രയുടെ അമ്മായിമ്മ. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കിടക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. അങ്ങനെ അവർ പറഞ്ഞേക്കുന്നതാണ്, പക്ഷേ ശ്രുതിക്കൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു നിർദ്ദേശം ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ കഥയായിട്ട് ഞാൻ നാളെ വരെ. അപ്പം എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.